ഇതെന്താ ഓമനെ? എനിക്കറിഞ്ഞൂടാ. എന്താ? എപ്പോഴും അച്ഛനല്ലേ ഞങ്ങൾക്ക് പ്രസന്റേഷൻ തരുന്നത്. ഇന്ന് അച്ഛനും അമ്മയ്ക്കും കൂടി ഞങ്ങളൊരു പ്രസന്റേഷൻ തരാൻ പോവുകയാണ്. എന്താ വിശേഷം? ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും വിവാഹ ജൂബിലി ആണെന്ന് അമ്മായി ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു. ഇതാ. ഓ, താങ്ക് യു. അറിഞ്ഞതുപോലെ ഇന്ന് 25ാം വാർഷികമാണ്. നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ഓനെ? ഓ, ബ്യൂട്ടിഫുൾ. ഇതെന്താ, ഒരു സമുദ്രമോ? സിമ്പിൾ ആൻഡ് നോബിൾ ഫുഡ് സെലക്ഷൻ. എന്താണ് നോക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ കഴിയും. നിനക്ക് 7 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ഈ വറ്റാത്ത സൗന്ദര്യത്തിന്റെ മുമ്പിൽ കാലം തോറ്റുപോയി. മതി മതി, മുഖസ്തുതി പറയാൻ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രായമായി വരുന്നൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുന്നു. പറയൂ. അഞ്ച് പട്ടണത്തിൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു കെട്ടിടം വെച്ചു. എന്തിന്? നമുക്ക് ഒന്നിച്ചവിടെ താമസിക്കാം. ഇപ്പൊ അങ്ങനെ തോന്നാൻ കാര്യം? നിങ്ങൾ വെള്ളിയാഴ്ച തോറും വരുന്നതും തിങ്കളാഴ്ച പോകുന്നതും എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളില്ലാത്ത 5 ദിവസം എനിക്ക് 5 യുഗങ്ങൾ പോലെയാണ് അനുഭവപ്പെടുന്നത്. ഓമൻ, ഞാൻ അകലെയാണെങ്കിലും എന്റെ മനസ്സെപ്പോഴും നിന്റെ കൂടെ തന്നെ. ചില ദിവസങ്ങളിൽ ഞാനിവിടെ ഇല്ല, സമ്മതിച്ചു. പക്ഷെ ഇത്രയും കാലം നമ്മൾ സന്തോഷമായിട്ടല്ലേ ജീവിച്ചത്? രണ്ട് ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി 5 ദിവസത്തെ ദുഃഖം ഞാൻ സഹിക്കണമല്ലേ? ചെറിയ വേർപാടിന് ശേഷമുള്ള കണ്ടുമുട്ടലിന് ശക്തി കൂടും. ഓരോ വെള്ളിയാഴ്ചയും നീയും കുട്ടികളും എന്തുമാത്രം ആവേശത്തോടു കൂടിയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ ദിവസവും ഇവിടെ വരികയാണെങ്കിൽ ഇവിടത്തെ ഉത്സാഹവും ആനന്ദവും ഇത്രമാത്രം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴത് പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞെന്നെ സമാധാനിപ്പിക്കാനാണ് നോക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദന നിങ്ങൾക്കറിഞ്ഞുകൂടാ. അങ്ങനെ വേദനിക്കാൻ എന്താണുള്ളത്? പറയൂ. ഒരു നിമിഷം പോലും അങ്ങേ വിടാതെ അങ്ങയോടൊപ്പം കഴിയണമെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. അപ്പോ എനിക്കതിന് ആഗ്രഹമില്ലെന്നാണോ നീ പറയുന്നത്? നിന്നേക്കാൾ അതിനുവേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നവൻ ഞാനാണ്. നീ എന്തിനാ കരയുന്നത്? മണ്ടി. ഞാൻ അങ്ങേ വേദനിപ്പിച്ചോ? ഇനി ഒരിക്കലും ഇതേക്കുറിച്ച് ഞാൻ മിണ്ടില്ല. പക്ഷേ മരണം വരെ എന്നോടും കുഞ്ഞുങ്ങളോടുമുള്ള ഈ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകാതിരുന്നാൽ മതി. അങ്ങെന്ത് ചെയ്താലും അത് ശരിയായിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹോമന, ഈ ഒറ്റ വാക്ക് മതി എന്റെ സംതൃപ്തിക്ക്. നീ എന്റെ ഭാര്യയായിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. നീയാണ് എന്റെ ഭാഗ്യം. നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളില്ലേ, എന്താടാ? വെളുത്തുകാരി ഉയരം കൂടിയ ആളെ, അയാൾ ഇന്നലെ രാത്രി സുഖമായിട്ട് ഊണും കഴിച്ച് കിടന്ന് ഉറങ്ങി. നീ എന്താണ് ഈ പറയുന്നത്? നേരം വെളുത്തപ്പോഴാണ് അമ്മാവൻ വന്ന വിവരം അറിഞ്ഞത്. അയാൾ വന്നിട്ടുണ്ട് അമ്മാവനെ കാണാൻ. നിന്റെ പറച്ചിലേക്ക് ഞാൻ പേടിച്ചു പോയി. പ്രിൻസിപ്പൾ വന്നതിന് അമ്മാവൻ പേടിക്കുന്നതിന് ഞാൻ വിചാരിച്ച അദ്ദേഹം ഔട്ടായി കാണുമെന്ന്. നീ പോയി അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ പറയും. ഇനി ആരെല്ലാം നമുക്ക് കാണാനുണ്ട് ഗോപി? അതാണ് ഞാൻ നോക്കുന്നത്. ഇനി 9 പേർ കൂടി ബാക്കിയുണ്ട്. നീ എന്താ കാണിക്കുന്നത്? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ചേച്ചി ശരിക്കും പഠിക്കുന്നുണ്ടോ നോക്കാനായിരിക്കും പ്രിൻസിപ്പാൾ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പാളോ? ചിലപ്പോൾ അച്ഛനെ കാണാൻ വന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ ഇനി ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ആര്? ചേച്ചിക്ക് ശരിക്കും പരിചയമുള്ള ആളോ? എനിക്ക് പരിചയമുള്ള ആളോ? ആരടി? പോയി നോക്ക്. പോയി നോക്കാൻ.
പൂത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ചു മോഹിച്ച് തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി ചേച്ചി, ഇത് നല്ല സമയമാ. പഠിപ്പിക്കുന്ന സാറ് തന്നെ വന്നിട്ടുണ്ട്. സംശയം വല്ലതുമുണ്ടെങ്കിൽ പോയി ചോദിച്ചു. എനിക്ക് സംശയമൊന്നുമില്ല. പ്രേമത്തിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിന്റെ കാര്യമാ. ഒരു നാളല്ലേ ഈ പെണ്ണിന്. പോയി അവർക്ക് കാപ്പി കൊടുക്കും. വർത്തമാനം പറഞ്ഞിരിക്കാതെ. മനസ്സിലായി. ഞാൻ കാപ്പി സാവധാനം കൊടുത്തോളാം. ലിസ്റ്റ് ചെയ്തത് ഞാൻ ലിസ്റ്റായിട്ട് ചോദിച്ചത്. ആര് സാർ? ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ സർ. ഗുഡ് മോർണിംഗ് രാജി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കോഫി സർ. പഠിത്തമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ രാജി? ഉണ്ട് സർ. നമസ്കാരം. 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 ക്ഷമിക്കണം, വന്നിട്ട് വളരെ നേരമായി കാണും. സാരമില്ല. പിന്നെ ഇദ്ദേഹം നമ്മുടെ കോളേജിലെ പുതിയ ഇംഗ്ലീഷ് ലെക്ചറാണ്, മിസ്റ്റർ ഗോവിനാണ്. ഓ, ഈ സ്റ്റേഷൻ മാസ്റ്റർ ഈശ്വരപിള്ളയില്ലേ? അതെ അതെ, അദ്ദേഹത്തിന്റെ മകനാണ്. ഓഹോ, പരിചയപ്പെട്ട വലിയ സന്തോഷം. അപ്പോ എന്താ വിശേഷിച്ച്? പിന്നെ നമ്മുടെ കോളേജിലെ ലാബറട്ടറി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഒന്ന് വിപുലീകരിക്കാൻ കൊള്ളാമെന്നുണ്ട്. താങ്കൾ നമ്മുടെ കോളേജിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള ആളാണ്. വേണ്ടോളം ധനസഹായവും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉപദ്രവിക്കാൻ തന്നെയാണ് വന്നത്. അങ്ങേപ്പോലെ കഴിവുള്ള ഒരാളല്ലേ അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ആ സ്ഥാപനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോളെ, ചെക്ക് ബുക്ക് എടുത്തോണ്ടത്. അല്ല, ഇവളെങ്ങനെയാണ് ക്ലാസ്സിൽ? വെറും വീറുകയാണോ അതോ പഠിക്കുന്നുണ്ടോ? അല്പം സ്വല്പം എഴുതിത്തരങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരല്ലേ, പക്ഷെ പഠിക്കാൻ സമർത്ഥയാണ്. എന്റെ മകൻ മോഹൻ എപ്പോഴും പറയാറുണ്ട്, അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണല്ലോ,